നമ്മൾ കടലിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര റിസ്ക്കാണ് ഇവരുടെ പണിയെന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ കയറി കടപ്പുറത്തുനിന്ന് കടലിലേക്കൊന്ന് പോകണം. 6 മണിക്കൂറാണ്. നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുള്ളൂ ഈ കടലിൽ വന്നിട്ട്. നല്ല വെയിലാണ്. ഈ വെയിലത്താണ് ഇവർ ഈ പണിയെടുത്ത് തിരിച്ചു ചെന്ന് ഇനി 1 മണി വരെ. ഇപ്പോൾ ഈ വലയിൽ കുരുങ്ങിയ ചെറിയ മീനുകളാണ്. വളരെ കുറച്ച് മീനെ കിട്ടിയുള്ളൂ അല്ലേ? മൊത്തം 1500 രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂ അല്ലേ? ഇതിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഈ കൊട്ടയിൽ കിടക്കുന്ന മീനുകൾ? കാറിലുണ്ട്, ആ വങ്കടയുണ്ട്. പക്ഷേ പുറത്ത് വങ്കടയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. ചെറുതാ അല്ലേ? അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവരുടെ തൊഴിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഇവിടെ ഈ കടപ്പുറത്ത് ഒരുപാട് വികസനം കൊണ്ടുവന്നു ഇരു മുന്നണികളും പറയുന്നുണ്ട്. ശരിക്കും സത്യമാണോ? വികസനം എന്ന് പറഞ്ഞാൽ എന്ത് വികസനമുണ്ട്? ഇവിടെ ഒന്നുമില്ല. ജനങ്ങൾക്ക് ഒരു വികസനമില്ല. രാജ്യം ഇങ്ങനെ നല്ലതാക്കിട്ടിരിക്കുന്നുള്ളവർ. അല്ല, ഇവിടെ ഈ പുലിമുട്ട് വന്നു, അവിടെ ടൂറിസം പദ്ധതി വന്നു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല. മത്സ്യത്തൊഴിലാളിക്കില്ല, ഒരു ഗുണവുമില്ല. ഇവിടെ ഇനിയിപ്പോ അടുത്ത് എവിടെയാ ഉള്ളത്? അവിടെ വേറെ ഹാർബർ ഉണ്ടോ? ഹാർബർ ഇല്ല. അല്ല, അത് കടലടിക്കുമ്പോ തടയാൻ വേണ്ടി ആ വീടുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അതെ, വീടുകളൊക്കെ പോയിട്ടുണ്ട്. അവിടെ വീട് പോയിട്ടുണ്ട്. എല്ലാ വീടുകളും പോയിരിക്കും അവിടെ. ആണല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാ? ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്ന ഈ ഹാർബർ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കടൽക്ഷോഭം ഇവിടെ ഇല്ലാത്തത്. അപ്പൊ വീടിന്റെ അവസ്ഥ എങ്ങനെയാ? വീടിന്റെ അവസ്ഥയൊക്കെ വെച്ച് 10-20 കൊല്ലമൊക്കെ ആയി. 20 കൊല്ലമായി. ഒന്നും മാറണ്ടേ? മാറണം, അതിനുള്ള സാമ്പത്തികം ഇല്ല. വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കിട്ടുന്ന വരുമാനം മിച്ചം വെച്ച് പറ്റുന്നില്ല അല്ലേ ജോൺ? അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരു ദിവസം പോയാൽ ഇന്ന് 500 രൂപ ഷെയർ കിട്ടിയാൽ നാളെ അത് കിട്ടത്തില്ല. മാത്രമല്ല ഒരു പനി പിടിച്ചാൽ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഈ പിടിക്കുന്ന ഇപ്പൊ ബാക്കി 2 പേര് പുറത്ത് നിൽപ്പുണ്ടല്ലോ, അവർക്കൂടെ നിങ്ങൾ വീതിച്ചു കൊടുക്കും? അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർ വരും അല്ലേ? അവർ വന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനൊരു ഈ സാമൂഹിക ബന്ധങ്ങൾ യഥാർത്ഥം നിങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയ്ക്ക് വരണം കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിനിപ്പോൾ ഒരുപാട് ടൂറിസം ആൾക്കാർ ചൂണ്ടയിട്ട് പിടിക്കാൻ വരുന്നു. അപ്പോൾ ഈ ടൂറിസം സാധ്യതകളുണ്ടല്ലോ, നിങ്ങൾ ഈ ടൂറിസം പദ്ധതിയുടെ ഒന്നും ഭാഗമല്ലേ? നമുക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അത് പണിയൊന്നും ഇല്ലാത്തവരായി ഇത് വന്ന് ചെയ്യുന്നത് ആണ് അല്ലേ? നിങ്ങൾ കടലിൽ പോയി ഇതേപോലെ അധ്വാനിച്ച് തിരിച്ചു വരുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? എന്നാലും ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് മൊത്തത്തിലൊരു മാറ്റം പറയുന്നത്. ഇനി ഞാൻ ചെയ്യുന്നതാണ് അവർ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ മത്സ്യങ്ങളിലെ ഏറ്റവും നല്ല മത്സ്യം ഏതാന്ന് ഈ കൊല്ലംകാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ചെമ്പല്ലിയാന്ന് പറയുന്നത്. കൊല്ലത്തേർക്ക് ചെമ്പല്ലി വലിയ ഇഷ്ടമാണ്. നല്ല ഫ്രഷ് ചെമ്പല്ലി. ചൂണ്ടയ്ക്ക് പിടിക്കുന്നതാണ് ചെമ്പല്ലി. നമ്മുടെ ആൾക്കാർ പോകുന്നതല്ല, കിഴക്കന്മാർ പോകുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്നത് ഏറ്റവും നല്ല മീൻ ഏതാ? കൊല്ലം മാർക്കറ്റിൽ കിട്ടുന്നത് അയിലയും ചൂരയും കൊല്ലത്ത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ കൊല്ലത്ത് പിടിക്കുന്നത്. കണവ കിട്ടും അല്ലേ? കൊഞ്ച് കിട്ടും അല്ലേ? കൊഞ്ചൊക്കെ കിട്ടി ചില ദിവസം നന്നായിട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും. ഇതിന് സീസൺ ഉണ്ടോ ഏതെങ്കിലും? ഈ ഒരു മാസം കൂടെ കഴിയണം. ഇനി ഒരു മാസം കഴിഞ്ഞാൽ സീസൺ ഭയങ്കര കടലടി ശോഭങ്ങളുണ്ടാവും. അന്നേരം ഈ കൊഞ്ചൊക്കെ പടത്തുള്ളൂ. അന്നേരം കൊഞ്ചൊക്കെ വരും. അപ്പൊ കുറച്ച് ഭേദമാണ്. അപ്പൊ കുറച്ച് മെച്ചം കിട്ടും, കുറച്ച് കാശ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളികള് നമുക്ക് മിച്ചപ്പെടുന്നത്. അപ്പോൾ അതില് മിച്ചം കിട്ടി തീർന്ന് അതിൽ തന്നെ രക്ഷപ്പെട്ട് പിന്നെ കടവാകും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കടലിന്റെ വലിയ ആക്രമണത്തിലൊക്കെ പെട്ടിട്ടുണ്ടോ? വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങോട്ടൊന്നും പോവില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പേടിയൊന്നുമില്ല. നിങ്ങൾ 3 പേർക്ക് നീന്തൽ അറിയാലോ? എത്ര കിലോമീറ്റർ നീന്തും ചേട്ടൻ? അങ്ങനെ പറയാനൊക്കത്തില്ല. ഇവിടെ താഴെ നീന്തി പോകുന്നില്ലയോ? അത്രയൊക്കെ നീന്തി പോകും. ആ പുലിമുട്ട് മുതലേ കര വരെ പോവോ? അത്ര പോവും. ആ പുലിമുട്ട് മുതലേ കര വരെ നല്ല ദൂരം ഉണ്ടല്ലോ അല്ലേ? അത് കൊള്ളാം കേട്ടോ. പുലിമുട്ട് മുതലേ ചേട്ടൻ ഏതാ അറിയത്തില്ലേ? അത് ശരി. എന്നിട്ടാണോ ഈ വള്ളത്തിൽ കയറിയിരിക്കുന്നത്? നമ്മളൊരു മനസ്സാണ്, ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ള. എന്തെങ്കിലും കാരണവശാൽ ഒന്ന് താഴെ പോയാൽ എന്ത് ചെയ്യും? നമ്മളെ ദൈവം കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകും. പോകാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ പോകും. നീന്ത അറിയുന്നാളും പോവും, അറിഞ്ഞൂടത്തോളം പോവും. അത് ശരിയാട്ടോ. പാടാ, രക്ഷപ്പെട്ട് വരാൻ പാടാ. വിധി ഉണ്ടെങ്കിൽ. എത്ര വർഷമായിട്ട് പോകുന്നുണ്ട്? ഞാൻ ഇപ്പൊ ഒരു 3 വർഷം. ചേട്ടൻ ബോട്ടെടുത്ത് ഇറക്കാൻ ഞാൻ. ചേട്ടൻ എടുത്തപ്പോ മുതലുണ്ട്. അതിന് മുമ്പ് എന്തായിരുന്നു? അതിന് മുമ്പ് ഞാൻ തൊഴിൽ തയ്യലായിരുന്നു. അപ്പൊ ഇത് തയ്യലാണോ മീൻ പിടിക്കലാണോ ഏറ്റവും? തയ്യലും മൊത്തത്തിൽ പോയി. അതിന്റെ പുറത്താണ് ചേട്ടന് പണി സ്വന്തമായിട്ട് ഉണ്ടായപ്പോൾ ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് കടലിലാണ്. തങ്കശ്ശേരിക്ക് അടുത്തുള്ള പോർട്ട് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്.